2012 കണ്ട ഒരു സ്റ്റാറിൻ്റെ ഏറ്റവും വലിയ കംബാക്ക് നടന്ന വർഷം. സുറ കുരുവി പോലെ അടാറ് ബോംബിട്ട് നിന്ന് കാവലൻ നൻപൻ വേലായതൊക്കെ ഹിറ്റായി വന്നെങ്കിലും വിജയ്ക്ക് ഒരു വലിയൊരു കളക്ഷൻ കിട്ടുന്ന പടം ഉണ്ടായത്. യെസ്, നമ്മൾ പറഞ്ഞു വരുന്നത് തുപ്പാക്കിയെക്കുറിച്ചാണ്. എന്തുകൊണ്ട് തുപ്പാക്കി 2 വേണം എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന വിഷയം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഗായ്സ്, ഞാൻ നിങ്ങൾക്കായി കുറച്ച് ദളപതി വിജയുടെ നല്ല മൊബൈൽ കവേഴ്സ് ടാഗ് വെച്ചിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. ആദ്യം നമുക്ക് ഇതിൻ്റെ സ്റ്റോറി തന്നെ അനലൈസ് ചെയ്ത് നോക്കാം. തുപ്പാക്കി ചിത്രത്തിൻ്റെ മുരുകദാസ് സെലക്ട് ചെയ്ത് ഇരിക്കുന്ന കഥ തന്നെ ഡിഫറെൻ്റ് ആണ്. കാരണം ആർമി ഓഫീസർ ലീവിന് വരുന്നു, അതിനുശേഷം കണ്ടെത്തുന്ന ഉള്ള ഇൻട്രസ്റ്റിംഗ് ഉള്ള സ്റ്റോറിയാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് വെച്ച് തുടക്കം തന്നെ കുറച്ച് സീരിയസ് സീൻസോ അങ്ങനെയൊന്നും കാണിക്കാതെ വളരെ ഫീൽ കോമഡി വൈബിൽ തുടങ്ങുന്ന ഒരു തുടക്കമാണ് ഇതിനുള്ളത്. വിജയുടെ ഒരു മികച്ച ഇൻട്രോ സീൻ കഴിഞ്ഞ് പിന്നെ വന്ന സോങ്ങും പിന്നെ ലീവിന് വന്ന് കല്യാണാലോചനയ്ക്ക് പോകുന്ന സീനും അതിനുശേഷം കാതലായുള്ള വരുന്ന സീക്വൻസും ഓഡിയൻസിന് ഒരു കൂൾ വൈബിലോട്ടാണ് പാടത്തിന് തുടക്കം തന്നെ എത്തിക്കുന്നത്. അതിനുശേഷം ഒരു ട്രാക്ക് മാറ്റലുണ്ട്. അവിടെ തൊട്ട് ഈ പടം കത്തിക്കയറാൻ തുടങ്ങും. പിന്നെ ഈ പറഞ്ഞ ക്ലൈമാക്സ് വരെ ടൈറ്റായുള്ള സ്ക്രീൻ പ്ലേ ആണ്. ഓരോ സീനും അത്രയും സ്പെഷ്യലായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് ആ 12 മാൻ ഗൺഷൂട്ട് ഫൈറ്റ്, എൻ്റെ മോനെ, അത് പീക്ക് ഐറ്റമാണ്. തമിഴ് ഫിലിമിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സീൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന സീന്. അതൊക്കെ മുരുകദാസ് എങ്ങനെ മൈൻഡിൽ വന്നു എന്നാണ് അത്ഭുതമാണ്. അതുപോലെ പട്ടിയെ വെച്ച് അനിയത്തി രക്ഷിക്കാൻ പോകുന്ന സീനും ബെസ്റ്റ് ഐറ്റമാണ്. അതുപോലെ ഇൻ്റർവെൽ പോർഷനൊക്കെ വൺ സീരിയസ് മൂടാണ്, കിടിലൻ സാധനങ്ങളാണ്. അതിനു മുമ്പ് വിജയ് ഒരാളെ പിടിച്ച് വീട്ടിലിട്ട് ചോദ്യം ചെയ്യുന്ന സീനും പിന്നെ ഓഫീസറിൻ്റെ വീട്ടിൽ പോയി അയാളെ കൊണ്ട് തന്നെ അയാളെ കൊല്ലിപ്പിക്കുന്ന സീനും അവർ സംസാരിച്ച വിഷയമായാലും പീക്ക് സാധനങ്ങളാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ക്യാരക്ടേഴ്സ് അനലൈസ് നോക്കുകയാണെങ്കിൽ ഇതിലധികം ക്യാരക്ടേഴ്സൊന്നുമില്ല. മെയിൻലി ഇത് ഹീറോ വില്ലൻ ഫോക്കസ് ചെയ്യുന്നൊരു മൂവിയാണ്. എന്നാൽ പോലും ഇടയിൽ വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം നല്ലതായിരുന്നു. വിജയുടെ ഫ്രണ്ടായി വരുന്ന പോലീസ് ക്യാരക്ടറിന് നന്നായിരുന്നു. അതുപോലെ വിജയുടെ പേരായി വരുന്ന കാജൽ അഗർവാളും വിജയുടെ ഹെഡ് ഓഫീസറായിട്ട് വരുന്ന ജയറാമിൻ്റെ ക്യാരക്ടറും നൈസായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്നാൽ ചിലർക്ക് കാജൽ അഗർവാളിൻ്റെ ക്യാരക്ടർ വെറുപ്പിക്കലായി തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്കാണെന്ന് തോന്നിയിട്ടൊന്നുമില്ല. ജയറാമിൻ്റെ ക്യാരക്ടറിനും വലിയ സ്ക്രീൻ സ്പേസ് ഇല്ലെങ്കിലും കോമഡി സീൻസ് എല്ലാം തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അവരുടെ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഇതിൻ്റെ മെയിൻ കഥയായിട്ട് യാതൊരു ബന്ധവുമില്ല. ചില ഡയറക്ടർമാർ വരുന്ന എല്ലാ കാസ്റ്റിനും ക്യാരക്ടർ സ്പേസ് കൊടുക്കാമെന്ന് വെച്ച് അവരെ കുറേ സീൻ കൊടുത്ത് കഥയായിട്ട് ബന്ധമില്ലാണ്ടാക്കും. ഒരുപാട് റൺ ടൈമും വേസ്റ്റ് ആകും. എന്നാൽ മുരുകദാസ് അത് ഒരുപാട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അടിപൊളിയായി വന്നിട്ടുണ്ട്. മെയിൻലി ഹീറോ വില്ലൻ ക്യാരക്ടേഴ്സാണ് ഇതിൽ ഫോക്കസ് എന്ന് പറയുന്നത്. ആ 2 ക്യാരക്ടേഴ്സും ഒരാളുടെ മേലെ സ്കോർ ചെയ്യുകയോ താഴുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. രണ്ടാൾക്കും കട്ടയ്ക്ക് നിൽക്കുന്നത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റാണ്. അതുപോലെ ഇതിൽ ഏറ്റവും സ്പെഷ്യൽ വെച്ച് കഴിഞ്ഞാൽ ഹീറോ ആയാലും വില്ലനായാലും 2 പേരും മൈൻഡ് ഗെയിമിലൂടെയാണ് ഓരോ ഘട്ടവും നീക്കുന്നത്. അല്ലാതെ ഹീറോയ്ക്ക് ഒരു 5 ഫൈറ്റ് വില്ലനൊരു 5 ഫൈറ്റ് എന്ന് കാണിച്ച് ഓവർ ബിൽഡപ്പ് ചെയ്യാതെ നമുക്ക് പടം കാണുമ്പോൾ തന്നെ നമുക്ക് 2 ക്യാരക്ടേഴ്സും പവർഫുൾ എന്ന് കാണിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ റൈറ്റിംഗ് എന്ന് പറയുന്നത്, ക്യാരക്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ആരെങ്കിലും ഒരാൾ ഈ പടത്തിൽ ഓവർ ഡോമിനേറ്റ് ചെയ്തെങ്കിൽ ഒരുപക്ഷെ അത്രയ്ക്കും ത്രില്ലിംഗ് മൂമെൻറ്റ്സ് ഉണ്ടാകുമോ സംശയമാണ്. ക്യാരക്ടേഴ്സിന് മുരുകദാസ് കൊടുത്ത റൈറ്റിംഗ് ഈ പടത്തിൻ്റെ പീക്കിൽ എത്തിക്കുന്നുണ്ട്. അടുത്തത് ഈ പടത്തിൻ്റെ മ്യൂസിക് വർക്ക്സ്. ഹാരിസ് ജയരാജിൻ്റെ നല്ലൊരു കിടിലൻ വർക്ക് തന്നെ ഇതിലുണ്ട്. ആ പടത്തിന് എന്താണോ വേണ്ടത് ഓരോ സീനിലും അത്രയും ആപ്റ്റായ മ്യൂസിക്, ഓവർ മാസ് ബീജിയംസ് ഒന്നും ഈ പടത്തിലില്ല. പിന്നെ ഫസ്റ്റ് ക്രെഡിറ്റ് സീനിൽ വരുന്ന ഒരു മ്യൂസിക് ഉണ്ട്, കിടിലനാണത്. പിന്നെ ഇതിൽ വരുന്ന സോങ്സും നൈസായിരുന്നു. പിന്നെ ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിജയ്ക്ക് കൊടുത്ത ഈ പടത്തിലെ കോസ്റ്റ്യൂംസൊക്കെയാണ്. പെർഫെക്റ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആണ്. ആ ലുക്കും ഒന്നും പറയാനില്ല, പൊളിയായിരുന്നു. ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് നോക്കുമ്പോൾ വിജയ് സ്വയം കീഴടങ്ങി വില്ലനെ കൊണ്ട് തന്നെ കെട്ടഴിപ്പിച്ച് തരുന്ന സീനൊക്കെ നൈസ് സാധനങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് വില്ലനെ കൊല്ലുന്ന സീനും, അതായത് ആ വില്ലന് ഇവിടെ എന്താണ് ഇപ്പം നടന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഉണ്ടായിരുന്നത്. ഒന്നും മനസ്സിലാണ്ട് നിൽക്കുമ്പോൾ തന്നെ നിനക്കൊന്നും മനസ്സിലായല്ലോ, ഒന്നും നീ ചത്തോ എന്ന് പറഞ്ഞാണ് കൊല്ലുന്നത്. അതൊക്കെ ഒരു പീക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സീനായിരുന്നു. അതിനുശേഷം വന്ന എൻഡിങ് സീന് ഏതൊരു മിലിറ്ററിക്കാരനും ഇമോഷണലി കണക്റ്റ് ആക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഇമോഷണൽ ക്ലൈമാക്സ് ആണ് ഇതിലുള്ളത്. അതിലൂടെ വരുന്ന ഹാരിസ് ജയരാജിൻ്റെ മ്യൂസിക്കും നല്ല രീതിയിൽ വർക്കായിരുന്നു. ഓഡിയൻസിൻ്റെ പൾസ് അറിഞ്ഞ് കണക്ട് ചെയ്യിപ്പിക്കാന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് തുപ്പാക്കി. ഇത്രയും ഹെവി ആയിട്ടുള്ള സംഭവങ്ങളുള്ളൊരു സിനിമ എന്തുകൊണ്ട് വിജയ് പാർട്ട് 2 ചെയ്യാതെ പോയി എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. ബാക്കി എല്ലാ ആക്ടേഴ്സും അവരുടെ ഐക്കണിക് മൂവീസിൻ്റെ പാർട്ട് 2 ചെയ്തവരുണ്ട്. കമൽഹാസൻ എൻ്റെ ഐക്കണിക് മൂവിയായ ഇന്ത്യൻ്റെ 2ാം ഭാഗം ചെയ്തിട്ടുണ്ട്. അത് 3 എങ്കിലും ചെയ്തു. രജനിയും എന്തിനും മൂവി സീക്വൽ ഇറക്കി. സൂര്യ, അജിത്ത് ഇവരൊക്കെ അവരുടെ ടോപ്പ് ബെസ്റ്റ് മൂവീസ് പാർട്ട് 2 ചെയ്തിട്ടുണ്ട്. എന്നാൽ വിജയ് മാത്രമാണ് ഇത് ചെയ്യാത്തൊരു ആക്ടർ. അപ്പോൾ എന്തുകൊണ്ടാണ് തുപ്പാക്കി 2 വേണമെന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ.
ഇനി മുതൽ ഇതുപോലുള്ള വെറൈറ്റി കണ്ടൻസും നമ്മുടെ ചാനലുണ്ടാകും. ലിയോ 2 വെബ് സീരീസ് നമ്മൾ റിലീസ് ചെയ്യുന്നത് വരെ അതിൻ്റെ വർക്കിലാണ് ഇപ്പോഴും ഉള്ളത്. സാധാ സ്റ്റോറി ടെല്ലിംഗ് സീരീസ് അല്ല. അത് എന്താണെന്ന് നിങ്ങൾ വരുമ്പോൾ കണ്ടോളൂ. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസിന് അപ്ഡേറ്റ്സ് ഇടുന്ന പോലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും തുടരും. ഇനി അനലൈസ് ആയിട്ട് വേറെ ഏത് വിജയപടം വേണമെന്ന് നിങ്ങൾ തോന്നുന്നു കമൻറ്റ് ചെയ്യുക. പിന്നെ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ടിങ് ടിങ് അടിച്ചിട്ട് പോവുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.